ഹായ്, ഇക്യുസോഫ്റ്റിന്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈക്വൽ ഗോൾഡ് എന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് പുതിയ ടാക്സ് റേറ്റ് എളുപ്പത്തിൽ മാറ്റാം എന്നും എങ്ങനെയാണ് പുതിയ ടാക്സ് റേറ്റ് 40% ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനായി മാസ്റ്റർ ഫയൽ മെനുവിൽ നിന്നും മൾട്ടി പ്രോഡക്ട്സ് എന്ന മെനു ചൂസ് ചെയ്യുക. ഇപ്പോൾ കാണുന്ന സ്ക്രീനിലെ റൈറ്റ് ടോപ്പ് സൈഡിലെ ടാക്സ് ചേഞ്ചിങ് യൂട്ടിലിറ്റി എന്ന മെനു ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിലെ നാലാമത്തെ ഡ്രോപ്പ് ഡൗണിൽ നിന്നും, അതായത് HSN എന്ന ലിസ്റ്റിൽ നിന്നും ടാക്സ് റേറ്റ് ചേഞ്ച് ഉള്ള HSN സെലക്ട് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ലോഡ് ഡാറ്റ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത HSNലെ പ്രൊഡക്റ്റുകൾ താഴെ ലിസ്റ്റ് ചെയ്തു വരുന്നതാണ്. ഈ പ്രൊഡക്റ്റുകൾ എല്ലാം സെലക്ടഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതേലും അൺസെലക്ട് ചെയ്യണം എങ്കിൽ പ്രോഡക്റ്റിന് നേരെയുള്ള ടിക്ക് മാർക്ക് അൺടിക്ക് ചെയ്താൽ മതി. ഇനി സെലക്ടഡ് പ്രൊഡക്റ്റുകളുടെ പുതിയ ടാക്സ് റേറ്റ് സ്ക്രീനിൽ താഴെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റുകൾക്ക് പുതിയ ടാക്സ് റേറ്റ് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി പുതിയ ടാക്സ് റേറ്റ് 40% എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി മാസ്റ്റർ ഫയൽ മെനുവിൽ നിന്നും ടാക്സ് മാസ്റ്റർ എടുക്കുക. ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു കോഡ് കൊടുക്കുക. പാർട്ടിക്കുലറിൽ ടാക്സ് നെയിം GST 40% എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് എന്നതിന് നേരെ GST തന്നെ കൊടുക്കുക. ടാക്സിനു നേരെ 40 കൊടുക്കുക. SGSTക്ക് നേരെ 20, CGSTക്ക് നേരെ 20 എന്നും കൊടുക്കുക. ഇനി സെയിൽസ്, പർച്ചേസ് തുടങ്ങിയവ ഏതു അക്കൗണ്ട് ഹെഡിലേക്ക് പോസ്റ്റിംഗ് വേണം എന്നതാണ്. അതിനായി മാസ്റ്റർ ഫയലിൽ നിന്നും അക്കൗണ്ട് മാസ്റ്റർ സെലക്ട് ചെയ്യുക. ഇതിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് കോഡ് ഓട്ടോമാറ്റിക് ആയി വരും. നെയിമിൽ സെയിൽസ് 40% എന്ന് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് ഇൻകം, കാറ്റഗറി ട്രേഡിംഗ്, ഷെഡ്യൂൾ സെയിൽസ് എന്നിങ്ങനെ സെലക്ട് ചെയ്യുക. സേവ് ചെയ്യുക. പർച്ചേസ്, സെയിൽസ് റിട്ടേൺ എന്നിവ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ടൈപ്പ് എക്സ്പെൻസ് എന്ന്, സെയിൽസ്, പർച്ചേസ്, റിട്ടേൺ എന്നിവ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ടൈപ്പ് ഇൻകം എന്നും സെലക്ട് ചെയ്യേണ്ടതാണ്. ഇനി ടാക്സ് മാസ്റ്ററിൽ അതാത് സ്ഥലങ്ങളിൽ അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്തു കൊടുക്കുക. സേവ് ചെയ്യുക. ഇപ്പോൾ 40% ടാക്സ് സെറ്റ് ആയി കഴിഞ്ഞു. ഈ വീഡിയോ കണ്ടതിനു നന്ദി.